ഞാൻ ഉണ്ടാക്കുന്നത് ഒരു കുൾഫി ഫലൂദയാണ്. കുൾഫി ഐസ്ക്രീം ഉപയോഗിച്ചിട്ടുള്ള ഒരു രുചികരമായ ഫലൂദ. ഇതിനു വേണ്ടി ആദ്യം കുൾഫി ഐസ്ക്രീം ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ ഒരു പാനിൽ 2 കപ്പ് പാൽ എടുക്കുകയാണ്. ഇത് ഏകദേശം 1/2 ലിറ്ററോളം പാലുണ്ട്. ഇതിലേക്ക് 1/3 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരം കൂടുതൽ ആവശ്യമുള്ളവർക്ക് 1/2 കപ്പ് വരെ ചേർക്കാം. ഞാനിവിടെ 1 കപ്പിൻ്റെ 1/3 പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഈ പാല് നന്നായി തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. തിളച്ച് കഴിയുമ്പോൾ ഇത് തീ കുറച്ച് വെച്ച് അരമണിക്കൂർ വരെ ഇതുപോലെ വറ്റിച്ചെടുക്കണം. നമ്മൾ ഒഴിച്ച പാല് പകുതി ആവുന്നത് വരെ ഇത് കുറുക്കിയെടുക്കണം. ഈ പാലിവിടെ നന്നായി കുറുകി വന്നിട്ടുണ്ട്, പകുതി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത്, 1 ടേബിൾ സ്പൂൺ ബദാം പൊടിച്ചത്, 1 ടേബിൾ സ്പൂൺ പിസ്ത പൊടിച്ചത്, ഇത് 3ഉം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ റോസ് വാട്ടർ ചേർക്കാം. റോസ് എസൻസ് അല്ല, റോസ് വാട്ടറാണ് ഞാൻ ചേർക്കുന്നത്. അതുകൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാൽപ്പൊടിയും കൂടി ചേർക്കാം. ഇത് പെട്ടെന്ന് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ പാൽപ്പൊടി കട്ട പിടിച്ചു പോകും. ഇതെല്ലാം ചേർത്ത് ഈ പാല് ഒന്നുകൂടി നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. പാലിവിടെ നന്നായി തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തീ ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വെക്കാം. ഞാനിതിൻ്റെ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി അടുപ്പത്തുനിന്ന് മാറ്റിയിട്ട് നമുക്കിത് തണുക്കാൻ വേണ്ടി വെക്കാം. ഇതിവിടെ തണുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ക്രീം ആഡ് ചെയ്യാം. ഞാനിവിടെ 1/4 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഫ്രഷ് ക്രീം വേണമെങ്കിലും യൂസ് ചെയ്യാം. ക്രീമും കൂടി ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഫ്രീസറിലേക്ക് വെക്കാം. ഇത് ഫ്രീസറിൽ കുറഞ്ഞത് 8 മണിക്കൂറെങ്കിലും വെക്കണം, എന്നാലേ നല്ല കട്ടിയുള്ള കുൾഫി നമുക്ക് കിട്ടുള്ളൂ. ഞാനിത് ഈ പാത്രത്തിൽ ഒഴിച്ച് അടച്ചു വെച്ച് ഫ്രീസറിലേക്ക് മാറ്റുകയാണ്. നമുക്കിത് 8 മണിക്കൂറിന് ശേഷം പുറത്തെടുത്ത് നോക്കാം. അപ്പോഴേക്ക് കുൾഫി റെഡി ആയിട്ടുണ്ടാവും. ഞാനിവിടെ സബ്ജ സീഡ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കുതിർത്ത് വെക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിയ സീഡ്സ് അല്ലെങ്കിൽ പോപ്പി സീഡ്സ് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ സബ്ജ സീഡ്സാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 2 ടേബിൾ സ്പൂൺ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. സാധാരണ വെള്ളമാണ്, നോർമൽ വാട്ടർ. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും ഇത് നന്നായിട്ട് പൊങ്ങി വരും. പൊങ്ങി വന്നതിന് ശേഷം നമുക്ക് ഇതും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. ചിയ സീഡ്സ് ആണെങ്കിൽ അരമണിക്കൂറൊക്കെ എടുക്കും പൊങ്ങി വരാൻ. ഇനി നമുക്ക് ജെല്ലി ഉണ്ടാക്കാം. ഞാൻ അതിനു വേണ്ടി ഇവിടെ സ്ട്രോബെറി ജെല്ലിയാണ് എടുത്തിട്ടുള്ളത്. 1/2 പാക്കറ്റ് മാത്രമേ ഞാനിപ്പോൾ എടുക്കുന്നുള്ളൂ. ഈ 1/2 പാക്കറ്റ് ജെല്ലി പൗഡറിലേക്ക് 1/4 കപ്പ് നല്ല തിളക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്യാം. കൂടുതൽ മധുരം ആവശ്യമുള്ളവർക്ക് ഇതിലേക്ക് എക്സ്ട്രാ പഞ്ചസാര ചേർക്കാവുന്നതാണ്. ഞാൻ ഇതിൽ പഞ്ചസാര ചേർക്കുന്നില്ല, ഇതിന് അത്യാവശ്യം മധുരം ഉണ്ടാവും. ഇനി ഇതിലേക്ക് 1/4 കപ്പ് നല്ല തണുത്ത വെള്ളം കൂടി ചേർക്കാം. തണുത്ത വെള്ളം കൂടി ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്ത് ഇത് അടച്ചു വെച്ച് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. 2-3 മണിക്കൂർ കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് ഉറച്ച് വരും. ഇത് ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റാണ്. ഇനി ഞങ്ങൾക്ക് ഫലൂദ സേവ് റെഡിയാക്കാം. അതിനുവേണ്ടി ഞാനിത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് വെച്ച് ഇത് കുതിരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇത് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. 1-2 മണിക്കൂർ കൊണ്ട് ഇത് നന്നായിട്ട് കുതിർന്ന് നമുക്ക് ഉപയോഗിക്കാൻ പാകത്തിന് റെഡിയായിട്ട് വരും. ഇത് അടച്ചു വെച്ച് മാറ്റി വെക്കാം. ഇനി ഞങ്ങൾക്ക് ഫലൂദയ്ക്ക് ആവശ്യമുള്ള റോസ് മിൽക്ക് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 2 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്, സാധാരണ പശുവിൻ പാൽ. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സ്വീറ്റൻഡ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം. ഇത് നന്നായിട്ട് പാലിലേക്ക് മിക്സ് ചെയ്യാം. തണുത്ത പാലായതുകൊണ്ട് മിക്സ് ആവാൻ ടൈം എടുക്കും. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണിലധികം പഞ്ചസാര ചേർക്കുകയാണ്. പഞ്ചസാര ഓരോരുത്തരുടെ അളവിനനുസരിച്ച് ചേർക്കണം. ഞാനിവിടെ ഏകദേശം 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ റോസ് വാട്ടറും കൂടി ചേർക്കാം. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. പഞ്ചസാര നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാൻ ശ്രദ്ധിക്കണം. ഞാനിവിടെ ചെറിയ മധുരം മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മുടെ സബ്ജ സീഡ് ഇവിടെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതും കൂടി ഈ പാലിലേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇത് മുഴുവൻ ഞാൻ ഈ പാലിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് തണുക്കാൻ വേണ്ടി ഫ്രിഡ്ജിലേക്ക് തന്നെ മാറ്റാം. ഇനി നമുക്ക് ഫലൂദ റെഡിയാക്കാം. അതിനുവേണ്ടി ഞാൻ ജെല്ലി പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇത് നന്നായി ഉറച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം. ഞാനിവിടെ സ്ക്വയറായിട്ടാണ് കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് എൻ്റെ ഇൻഗ്രീഡിയൻസിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കാം. കൂടാതെ കമൻറ്റ് ബോക്സിൽ എന്നോട് ചോദിക്കുകയും ചെയ്യാം. ജെല്ലി ഞാനിവിടെ കട്ട് ചെയ്തെടുത്ത് വെച്ചു. ഇനി നമ്മുടെ ഫലൂദ സേവും ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇതിൽ എക്സ്ട്രാ വന്ന വെള്ളമൊക്കെ ഞാൻ കളഞ്ഞു. ഇതും ഇവിടെ മാറ്റി വെക്കാം. ഞാൻ കുറച്ച് മിക്സഡ് നട്ട്സ് എടുത്തിട്ടുണ്ട്. റോസ്റ്റഡ് നട്ട്സാണ്. അതുപോലെ കുറച്ച് മിക്സഡ് ഫ്രൂട്ട്സും കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മുടെ കുൾഫിയും ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇത് ഞാനൊരു ട്രേയിലേക്ക് മാറ്റാണ്. കാണാൻ നല്ല ഭംഗിയും കഴിക്കാൻ വളരെ രുചിയുമുള്ള അടിപൊളി കുൾഫി ഐസ്ക്രീം ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇത് ഫലൂദയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ കൂടി വെറുതെ കഴിക്കാനും വളരെ രുചിയാണ്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്യാം. ഞാനിപ്പോൾ നീളത്തിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതും കൂടി കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ഫലൂദ റെഡിയാക്കാൻ തുടങ്ങാം. നല്ല സോഫ്റ്റ് ഐസ്ക്രീം ആയതുകൊണ്ട് തന്നെ ഇത് കട്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇത് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ ഫലൂദ സെറ്റ് ചെയ്യാൻ ഇവിടെ 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം അല്പം ജെല്ലി ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലായി മിക്സഡ് ഫ്രൂട്ട് ഇട്ട് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ സെറ്റ് ചെയ്യാം. ഇതുപോലെ തന്നെ സെറ്റ് ചെയ്യണമെന്നൊന്നുമില്ല. ഇനി ഇതിൻ്റെ മുകളിൽ അല്പം ഫലൂദ സേവ് ഇടാം. ഇതിൻ്റെ മുകളിൽ അല്പം നട്ട്സ് ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ കാഷ്യൂ നട്ട്, ബദാം, പിസ്ത ഇങ്ങനെ മിക്സഡ് നട്ട്സാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായി റോസ്റ്റ് ചെയ്ത നട്ട്സാണ്. ഇനി ഇതിൻ്റെ മുകളിൽ വീണ്ടും അല്പം ഫ്രൂട്ട്സ് ഇടാം. ഞാനിവിടെ പൈനാപ്പിൾ, മാംഗോ, പപ്പായ ഇതൊക്കെയാണ് എടുത്തിട്ടുള്ളത്. ആപ്പിൾ, പഴം, ഇതുപോലെ 5-6 വിധം ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുൾഫി ഐസ്ക്രീം വെച്ച് കൊടുക്കാം. ഞാൻ നേരത്തെ നീളത്തിൽ കട്ട് ചെയ്ത ഐസ്ക്രീമിനെ വീണ്ടും 2ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഗ്ലാസ്സിലേക്ക് വെക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ മുകളിൽ അല്പം കൂടി ജെല്ലി ഇട്ട് കൊടുക്കാം. ജെല്ലി ഇട്ട് കഴിഞ്ഞാൽ നല്ല കളർഫുള്ളായിട്ട് കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച റോസ് മിൽക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നിറയെ ഒഴിക്കാം. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുൾഫി ഫലൂദ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. വളരെ എളുപ്പമല്ലേ ഇത് ഉണ്ടാക്കാൻ? നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.